കേരളം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന നിർണായക ജനവിധി അറിയാൻ ഇനി 8 ദിവസങ്ങൾ മാത്രം. ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസത്തിൽ LDFും ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന പ്രതീക്ഷയിൽ UDFും മെയ് 4 വോട്ടെണ്ണൽ ദിനത്തിനായി കാത്തിരിക്കുകയാണ്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ പുതുക്കിയ പട്ടിക ആരെ തുടയ്ക്കുമെന്ന ആശങ്കയും മുന്നണികൾക്കുണ്ട്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ഏകദേശ കണക്കുകൾ പ്രകാരം 79.63% വോട്ടിംഗ് ആണ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ പാർട്ടികൾ ജില്ലാതലത്തിലുള്ള വിലയിരുത്തലുകൾ ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞു. മലബാറിലും മധ്യ കേരളത്തിലും വലിയ മുന്നേറ്റമുണ്ടാകുമെന്നും 82 മുതൽ 90 വരെ സീറ്റുകൾ നേടി അധികാരം തിരിച്ചുപിടിക്കാമെന്നുമാണ് UDFിന്റെ കണക്കുകൂട്ടൽ. ഇതിനിടെ കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളും ചേരിപ്പോരും സജീവമായത് പാർട്ടിക്കുള്ളിൽ തന്നെ നേരിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. അതേസമയം കഴിഞ്ഞ തവണത്തെ അത്ര വലിയ ഭൂരിപക്ഷമില്ലെങ്കിലും നേരിയ വ്യത്യാസത്തിൽ അധികാരം നിലനിർത്താമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. മുൻകാലങ്ങളിൽ കണക്കുകൾ പിഴച്ച അനുഭവമുള്ളതിനാൽ ഇത്തവണ അതീവ ജാഗ്രതയോടെയാണ് CPM ഓരോ മണ്ഡലത്തെയും വിലയിരുത്തിയിട്ടുള്ളത്. CPI 10 സീറ്റുകളിലും മറ്റ് ഘടകകക്ഷികൾ 6ഓളം സീറ്റുകളിലും വിജയിക്കുമെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രാഥമിക വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.